പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ നല്ല പിതാവേ, തിരുവചനം പഠിക്കുവാൻ വീണ്ടും ഒരു അവസരം കൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകുന്നതിനായ നന്ദിയോടെ സ്തോത്രം. ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും ഞങ്ങളെ ശുദ്ധീകരിപ്പാനും ശക്തീകരിപ്പാനും ഫലവത്താക്കി തീർക്കുവാനും ശക്തമായ ദൈവത്തിൻ്റെ വചനം ഇന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരുവാൻ ഇടയാക്കണമേ. അത് ഞങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ, ഞങ്ങളെ ശക്തീകരിപ്പാൻ, ബലപ്പെടുത്തുവാൻ, ദൈവകൃപയിൽ വളരുവാൻ, ദൈവത്തിന് കുറേ കൂടെ പ്രസാദകരമാകുന്നൊരു ജീവിതം നയിക്കത്തക്കൊണ്ട് ഞങ്ങളെ ആക്കി തീർപ്പാൻ ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വവും സ്തുതിയും ബഹുമാനവും പുകഴ്ചയും അങ്ങേക്കും യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ. റോമാലേഖനം 8-ാം അധ്യായം ആരംഭിക്കുന്നത് എങ്ങനെയാ? അതുകൊണ്ട്, ഏതുകൊണ്ട്? ഇപ്പോൾ ക്രിസ്തു യേശു ഉള്ളവർക്കൊരു ശിക്ഷാവധിയില്ല. അതിൻ്റെ കാരണം എന്നാ? ഒന്ന്, ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചു. ഒന്ന്, ഞാൻ ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചു. 2, ദൈവത്തോട് സമാധാനമുണ്ട്. 3, പാപസംബന്ധമായിട്ട് ഞാൻ മരിച്ചു, ഇനി ജീവിക്കുന്നത് ഞാൻ പാപത്തിലല്ല, പാപത്തിന് എൻ്റെ മേൽ അധികാരമില്ല, ന്യായപ്രമാണത്തിന് എൻ്റെ മേൽ അധികാരമില്ല. കാരണം ന്യായപ്രമാണം അനുസരിച്ച് എന്നെ വിധിക്കാനൊക്കത്തില്ല. കാരണം ഞാൻ മരിച്ച് ഒരു പുതിയ മനുഷ്യൻ്റേതായിട്ട് മാറി, എനിക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. അപ്പോൾ 5, 6, 7 അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാരണങ്ങളാൽ അല്ലേ, എന്തെങ്കിലും കുറച്ച് കാര്യം പറഞ്ഞിട്ട് വേണം. അതുകൊണ്ട് ഇനി എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ദാറ്റ്സ് എ കൺക്ലൂഷൻ. ഇംഗ്ലീഷിൽ നമ്മളെന്തോ പറയും? therefore. അതെവിടാ സാധാരണ ഉപയോഗിക്കുന്നത്? അല്ലെങ്കിൽ കണക്കിൽ ഉപയോഗിക്കുന്നൊരു പദമാണ് അല്ലേ? അല്ലേ? therefore കണക്കിൽ എങ്ങനെ എഴുതുക നമ്മൾ? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവെന്ന് പറയുന്ന പോലെ 3 കുത്ത്, ട്രയാങ്കിളിലെ 3 കുത്ത്. therefore അല്ലേ? അതിന് മുമ്പ് സ്റ്റെപ്പെല്ലാം നമ്മൾ എഴുതി, കണക്ക് ചെയ്യേണ്ട സ്റ്റെപ്പുകളെല്ലാം എഴുതി. therefore ഇത് തന്നെ പൗലോസ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഈ therefore എന്നുള്ള പദം എപ്പോഴും ഉപയോഗിക്കുന്നത് ഇറ്റ്സ് എ ലോജിക്കൽ ആർഗ്യുമെൻറ്റേഷണൽ വേർഡാണ്. എന്തൊക്കെയോ സ്ഥാപിച്ചിട്ട്, ഇതൊരു കോടതി ഭാഷയാണ്. എന്തോ കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? സ്ഥാപിച്ചിട്ട് അതുകൊണ്ട് ഈ കൺക്ലൂഷനിലേക്ക് ഞങ്ങൾ എത്തുകയാണ്. അപ്പോൾ എന്തൊക്കെയോ പൗലോസിന്റെ മുൻ അധ്യായങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു? സ്ഥാപിച്ചത് എന്തൊക്കെയായിരുന്നു? അതൊന്ന് നോക്കാം. 1-ാം അധ്യായത്തിൽ എന്തോ സ്ഥാപിച്ചേ? ജാതീയ ലോകം പാപത്തിലാണ്, ന്യായപ്രമാണം കിട്ടിയില്ല എന്ന് പറയാനൊക്കത്തില്ല. കാരണം ന്യായപ്രമാണത്തിൽ ഓൾറെഡി അവൻ്റെ ഹൃദയത്തിൽ ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്? കൊടുത്തിട്ടുണ്ട്. പിന്നെ ദൈവത്തെക്കുറിച്ച് അറിയേണ്ടതൊക്കെ ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്? പ്രകൃതി വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ 2 വെളിച്ചത്തിലും ന്യായപ്രമാണം അത് അവൻ എന്ത് ചെയ്തിരിക്കുന്നു? അനുസരിച്ച് ജീവിക്കാത്തതുകൊണ്ട് പാപിയാണ്. 2-ാം അധ്യായത്തിൽ എന്ത് ചെയ്തു? യഹൂദനും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ അവന് ന്യായപ്രമാണം കിട്ടിയിട്ട് അവൻ എന്ത് ചെയ്തില്ല? അനുസരിച്ചില്ല. അങ്ങനെ 3-ാം അധ്യായത്തിലേക്ക് വന്നപ്പോഴത്തേന് പറഞ്ഞു, ഒരു വ്യത്യാസമില്ല, എല്ലാവരും എന്ത് ചെയ്തു? പാപം ചെയ്ത് ദൈവദേശമില്ലാത്തവരായി തീർന്നു, ദൈവത്തിൻ്റെ ശിക്ഷയ്ക്കും ന്യായവിധിക്കും യോഗ്യരായി തീർന്നു. ഇനി രക്ഷപ്പെടാൻ ആകെ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവിനുള്ള സുവിശേഷത്താല. 4-ാം അധ്യായത്തിൽ അതാ തെളിയിച്ചേ, നീതീകരണം യേശു ക്രിസ്തുവിനുള്ള വിശ്വാസത്താൽ മാത്രം. അപ്പോൾ ഒരു ചോദ്യം വന്നു, അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ അബ്രഹാം എങ്ങനെയാണ് നീതീകരിക്കപ്പെട്ടതെന്ന്? അതിന് പൗലോസ് മറുപടി പറഞ്ഞു, അബ്രഹാം നീതീകരിക്കപ്പെട്ടതും പ്രവൃത്തികളല്ല, വിശ്വാസത്താൽ തന്നെയാണ്. അത് കഴിഞ്ഞ് പിന്നെ 5-ാം അധ്യായത്തിലോട്ട് വരും, പറഞ്ഞു നീതീകരണം പ്രാപിച്ചിരിക്കുന്ന വ്യക്തിക്ക് ലഭ്യമായിരിക്കുന്ന അനുഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാ പിന്നെ എന്ത് ചെയ്യുന്നത്? വെളിപ്പെടുത്തുന്നത്. നീതീകരണം പ്രാപിച്ചിരിക്കുന്ന വ്യക്തിക്ക് ലഭ്യമായിരിക്കുന്ന അനുഭവങ്ങൾ 5-ാം അധ്യായത്തിൽ എന്തോ പറഞ്ഞു? വിശ്വാസാൽ നീതീകരിക്കപ്പെട്ടിട്ട് അവന് ദൈവത്തോട് സമാധാനം കിട്ടി. സമാധാനം കിട്ടിയത് എങ്ങനെയാ? ദൈവമായിട്ട് ഞാൻ നിരപ്പ് പ്രാപിച്ചു. അതെങ്ങനെയാ സാധിച്ചത്? എനിക്ക് എൻ്റെ പ്രയത്നം കൊണ്ടൊന്നുമല്ല, കർത്താവായ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? പാപയാഗമായി തീർന്ന് എന്നെ എന്ത് ചെയ്തു? നിരപ്പിച്ചു. അപ്പോൾ എനിക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. 6-ാം അധ്യായത്തിൽ ആ നിരപ്പിക്കപ്പെട്ടിരിക്കുന്ന ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? പാപസംബന്ധമായി മരിച്ച് അടക്കപ്പെട്ട് ഒരു ജീവൻ്റെ പുതുക്കത്തിൽ ഇപ്പോൾ നടക്കുക. അപ്പോൾ ഇനി പാപത്തിന് എൻ്റെ മേൽ എന്തില്ല? അധികാരമില്ല. ഞാൻ പാപത്തിൽ നിന്നും എന്ത് ചെയ്തിരിക്കുന്നു? വിടുതൽ പ്രാപിച്ചിരിക്കുന്നു. 7-ാം അധ്യായത്തിൽ വന്നപ്പോഴോ അങ്ങനെ ഞാൻ മരിച്ച ജീവൻ പ്രാപിച്ച ജീവൻ്റെ പുതുക്കത്തിൽ നടക്കുന്നുണ്ട്. ഇനി ന്യായപ്രമാണത്തിൻ്റെ കീഴിലല്ല ഞാൻ, അതുകൊണ്ട് ന്യായപ്രമാണത്തിനും എൻ്റെ മേൽ അധികാരമില്ല,
പക്ഷേ ഞാൻ വാസ്തവത്തിൽ ന്യായപ്രമാണത്തിലുള്ളതെല്ലാം ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുക, ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ ന്യായപ്രമാണത്തിൽ നിന്നും ഞാൻ സ്വാതന്ത്ര്യം പ്രാപിച്ചിരിക്കുന്നു. അതാണ് 8-ാം അധ്യായത്തിൽ വരുമ്പോൾ നമ്മൾ പറഞ്ഞു, അതുകൊണ്ട് അങ്ങനെ ജീവിക്കുന്ന ഒരുത്തനെ, എങ്ങനെ ജീവിക്കുന്ന ഒരുത്തനെ, വിശ്വാസത്താലുള്ള നീതീകരണം പ്രാപിച്ച് ജീവന്റെ പുതുക്കത്തിൽ ജഡത്തെയല്ല ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നവന് ഒരു ശിക്ഷാവധിയില്ല. അവനെയാണ് വിളിച്ചിരിക്കുന്ന ഒറ്റ പേര് ക്രിസ്തു യേശുവിലുള്ളവൻ. പൗലോസ് പ്രൂവ് ചെയ്തുകൊണ്ടുവരുന്നത് മനസ്സിലായോ? അതുകൊണ്ട് ക്രിസ്തു യേശുവിലുള്ളവർക്ക് യാതൊരു ശിക്ഷാവധിയില്ല. കാര്യം എന്നാണെന്നറിയാമോ? അവനൊരു പുതിയ ജീവൻ്റെ ഉടമയായി തീർന്നിരിക്കുക. അവൻ ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചു, ദൈവത്തോട് അവന് സമാധാനം ലഭിച്ചു. ന്യായപ്രമാണത്തിലുള്ളതല്ല ഇപ്പോൾ അവന് ചെയ്യാനാണ്. ന്യായപ്രമാണം എന്തോ അനുശാസിച്ചോ അല്ലെങ്കിൽ എന്തു ഉദ്ദേശത്തോടു കൂടെ തന്നോ അത് മുഴുവനും ചെയ്യാൻ ഇപ്പോൾ അവനെ കൊണ്ട് കഴിയുന്നുണ്ട്. ഇനിയിപ്പോൾ എങ്ങനെ അവനെ ന്യായം വിധിക്കുന്നത്? പറ്റത്തില്ല. കാരണം അവൻ ഒരു പുതിയ മനുഷ്യനായി ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനായിട്ട് മാറിയിരിക്കുക. അപ്പോഴാണ് നമ്മൾ ഇന്നലെ അവസാനം പഠിച്ചു നിർത്തിയത്. അങ്ങനെയാണെങ്കിൽ എല്ലാ വിശ്വാസികളും അങ്ങനെയാണോ? അല്ല, എല്ലാവരും ഒന്നും അങ്ങനല്ല. അപ്പം പിന്നെ എത്രയുണ്ട് ഇതിനകത്ത്? കുറേ ഉണ്ടത്. അതിൽ കുറച്ച് മാത്രമേ ഇന്നലെ പഠിച്ചുള്ളൂ. ഏതൊക്കെ ഇന്നലെ നമ്മൾ എഴുതിയത്? ആത്മീയരുണ്ട് ഇതിനകത്ത്. ആത്മീയർ ആരാ? അവൻ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവൻ ആത്മീയൻ. അപ്പം ഇതിനകത്ത് ആരുണ്ട്? അപ്പോൾ വിശ്വാസികളുടെ കൂട്ടത്തെ വേണമെങ്കിൽ അതാണ് നമ്മുടെ വിശ്വാസികളുടെ കൂട്ടം. ഒരു വലിയ കൂട്ടമായിക്കോട്ടെ. ഇതിനെ കുറയ്ക്കാൻ പോന്നേ? ഇതിനകത്ത് ആരൊക്കെയുണ്ട്? ഇതിനകത്ത് ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരുണ്ട്. ഓക്കെ, ഇതിനകത്ത് ഇനി ആരുണ്ട്? ജഡത്തെ അനുസരിച്ച് നടക്കുന്നവരുണ്ട്. പിന്നെ ഇനി ആരുണ്ട്? പ്രാകൃതരുണ്ട്. പിന്നെ ആരുണ്ട്? ശിശുക്കളുണ്ട്. ഇവർക്ക് ആത്മീയമായിട്ട് വലിയ കട്ടിയായതൊന്നും ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ദഹിക്കത്തില്ല. ശിശുക്കളുണ്ട്. പിന്നെ അവിടെ തന്നെ പറയുന്നുണ്ട്, നീതിയിലെ അഭ്യസനത്താൽ കട്ടിയുള്ള ആഹാരം കഴിക്കുന്ന, അല്ലേ, നല്ല ഉറച്ച വിശ്വാസികൾ. അവർ പെട്ടെന്നൊന്നും എന്ത് ചെയ്യത്തില്ല, മറ്റവർക്ക് പാലേ കൊടുക്കാനൊക്കത്തുള്ളൂ. അവർ മറ്റൊരു പൗലോസിന്റെ ഭാഷ പറഞ്ഞാൽ കാലം നോക്കിയ ഉപദേഷ്ടാക്കന്മാരായിരിക്കാൻ തക്കവണ്ണമുള്ള പ്രാപ്തിയും കഴിവുമുള്ള പാർട്ടികളുണ്ട്. അപ്പോൾ അതിനകത്ത് എന്താ പറയാം, നമുക്ക് അവരെന്ത് ചെയ്യാം, പക്വത വന്നവർ എന്ന് പറയാൻ വേണമെങ്കിൽ. അങ്ങനെ അത്യാവശ്യം പാസ്റ്ററില്ലെങ്കിൽ അവർ സഭായമൊക്കെ നടത്തിക്കോളും. അവർക്ക് പ്രസംഗിക്കാനൊക്കെ പറ്റും. കാരണം എന്നാ, വർഷങ്ങൾ കുറേയായി വചനം കേട്ട് പഠിച്ച് മനസ്സിലാക്കി പക്വത വന്നവരാ. ഇനി ആരുണ്ട് ഇതിനകത്ത്? ബലഹീന വിശ്വാസികളുണ്ട്. ഇനി ഇല്ലേ, വൈകിട്ടില്ലയോ? ബലഹീന വിശ്വാസികളാണ് അവർക്ക് ആഭരണം ഇട്ടവരെ കണ്ട ഉടനെ ഭയങ്കര പ്രയാസമായിരിക്കും. അതുകൊണ്ട് ബലഹീനരെ ആഭരണം ഇടുന്നതെന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ, അങ്ങനെ തെറ്റിദ്ധരിക്കുക. അല്ലെങ്കിൽ ഒരു കളർ കൊടുത്ത ഒരാൾ വന്നു, അയ്യോ അവർക്ക് ഭയങ്കര പാസന്തരായൊക്കെ തിരുവത്താഴം കൊടുത്ത്. കഴിഞ്ഞ ദിവസം സ്നാനപ്പെട്ട ആൾ ചെരുപ്പിട്ടാ സ്നാനപ്പെട്ടെ. അതെന്താ? നീ നിൽക്കുന്ന ഭൂമി വിശുദ്ധ ഭൂമിയാകിയാൽ കാലിൽ നിന്ന് ചെരുപ്പൊഴിച്ച് കളയാൻ പറഞ്ഞിട്ടില്ലേ? അപ്പം പിന്നെ എന്താ സ്നാനക്കുളത്തിൽ അദ്ദേഹത്തെ ചെയ്ത്? അപ്പം മനുഷ്യൻ്റെ 4-5 വിരലും മുറിച്ചിട്ട് കളഞ്ഞിരിക്കുക. അപ്പോൾ ഈ ചെരുപ്പും കൂടെ ഉണ്ടെങ്കിൽ അയാൾക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ, നടക്കാൻ പറ്റുള്ളൂ. ആ ചെരുപ്പ് ഊരിക്കളഞ്ഞാൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ബാലൻസ് കിട്ടത്തില്ല. അപ്പോൾ കുളത്തിൽ മൂക്കുത്തി വീണെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഞാൻ പറഞ്ഞു ബ്രദറെ ഇറങ്ങാൻ പറഞ്ഞു ചെരുപ്പിട്ട് വെച്ച്. നിങ്ങളൊരു പക്ഷേ എന്നോട് യോജിക്കത്തില്ലായിരിക്കും, വിരോധവുമില്ല. നിങ്ങൾ ഇടാത്തവരെ സാധനപ്പെടുത്തിയാൽ മതി, ചെരുപ്പ് ഊരിച്ചോ. അപ്പോൾ ഒരാൾ ചോദിച്ചു, ചെരുപ്പിട്ട് സാധനപ്പെടുത്താമെങ്കിൽ പിന്നെ ആഭരണം ഇട്ട് തന്നെ നോക്കിയാൽ? ന്യായമായൊരു ചോദ്യമല്ലേ. ആഭരണത്തൊക്കെ നികൃഷ്ടം ഏതാ? ചെരുപ്പല്ലേ. ഞാൻ പറഞ്ഞു, എനിക്ക് കിട്ടിയ വെളിപ്പാടനുസരിച്ച് ഞാൻ എന്ത് ചെയ്തോളാം, ഞാൻ ചെയ്തോളാം. ബ്രദറിന് കിട്ടിയതനുസരിച്ച് ബ്രദർ എന്ത് ചെയ്തോ, എനിക്ക് വിരോധമില്ല. ഇവിടെ ഞാനൊരു കൂട്ടരിപ്പം പറഞ്ഞു, ഇവരാരാ? ബലഹീന വിശ്വാസികളാ. എന്തോ അവരുടെ പ്രത്യേകത?
അവര് ആഴ്ചകളും ദിവസങ്ങളും ഒക്കെ മാനിക്കണമെന്ന് വിശ്വസിക്കുന്നവരുണ്ട്, മാനിക്കാൻ പാടില്ലെന്ന്. ബർത്ത്ഡേ ആഘോഷിക്കരുതെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. നല്ല കാര്യം, നീ ആഘോഷിക്കണ്ട. വേറെ ആൾ ആഘോഷിക്കുന്നത് എന്തുവാ? അന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടുകാരെയും നാട്ടുകാരെല്ലാം വിളിച്ച് സൂചേടം പറയാൻ നല്ലൊരു അവസരമായിട്ട് അദ്ദേഹം, അല്ലാണ്ട് ഞങ്ങളുടെ വീട്ടിലൊരു പ്രാർത്ഥന വെച്ചിട്ട് വരാൻ പറഞ്ഞവരാരും വരത്തില്ല. എന്താ കൊച്ചിൻ്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞവരെല്ലാം വരും. ആ കൂട്ടത്തിൽ ഒന്നാം തന്നെ സൂചേടം പറയാവുന്ന ഒരു ചാൻസാണ് നമുക്ക്. പിന്നെ ചിലരെ വിശ്വസിക്കുന്നു മാംസം നമുക്ക് കഴിക്കാൻ പാടില്ല. കഴിക്കണ്ട, നീ കഴിക്കണ്ടപ്പാ. അപ്പോൾ ഒരു പൊതുസദ്യ ഇവിടെ അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു നമ്മുടെ ചർച്ചിൽ. അതായത് വെജിറ്റേറിയൻ മാത്രം നമ്മളാക്കിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. കാരണം ഹൈന്ദവ വിശ്വാസത്തിൽ നിന്ന് വന്ന കുറച്ച് വിശ്വാസികളുണ്ടായിരുന്നു. അതും പച്ചക്കറി മാത്രം ഉപയോഗിക്കുന്ന കുറച്ച് വിശ്വാസികളുണ്ടായിരുന്നു. ആ ഒരു അനുഭവത്തിൽ നിന്ന് ഒരു വന്നതാണ്. അപ്പോൾ അവർക്കൊരു ഇടർച്ച ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പൊതുസദ്യ നമ്മൾ വെജിറ്റേറിയൻ ആക്കി. എടാ, നിനക്ക് ഇറച്ചി വേണമെങ്കിൽ നീ വീട്ടിൽ പോയി കഴിച്ചോ, അവൻ്റെ മുമ്പിൽ തന്നെ എടുത്ത് നിനക്ക് തിന്നണം, ഞാൻ കഴിച്ചു കഴിക്കുന്നത് എത്ര നിർബന്ധത്തിന്. അതുകൊണ്ട് ഒരു കോമൺ റൂളായിരുന്നു ഇവിടെ പൊതുസദ്യയിൽ മത്സ്യമാംസാദികൾ ഉപയോഗിക്കില്ല എന്നുള്ളത്. പിന്നെ പതുക്കെ അവർ ബലപ്പെട്ട് അവരൊക്കെ കഴിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്തു ഒക്കെ. അപ്പം പക്ഷേ ചില കാലത്തേക്ക് ചിലരെ നിലനിർത്തണമെങ്കിൽ നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. നമുക്ക് ഇറച്ചി വേണോ വീട്ടിൽ പോയി കഴിക്കാമല്ലോ, ഇവൻ്റെ മുമ്പിൽ വെച്ച് തന്നെ ഇവനെ. അപ്പം ഞാൻ പറഞ്ഞത് അത് ബലഹീന വിശ്വാസികളാണ്. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ദിവസങ്ങൾ വാവ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ, അങ്ങനെയൊക്കെ നോക്കുന്ന ബലഹീന വിശ്വാസികളുണ്ട്. ഓക്കെ, അവൻ അത്ര ആയില്ല. എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, പോകുന്ന എനിക്ക് താഴ്ച ഇല്ല വടക്കാൻ ക്ഷേത്രത്തിന് അവിടെ മോരുവെള്ളം കൊടുക്കുന്നത് ഞാൻ മേടിച്ച് കുടിക്കും. ഞാൻ കുടിച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ. എന്ന് പറയാം, പാസ്റ്ററുടെ മോൻ അമ്പലത്തിൽ നിന്ന് എന്ത് ചെയ്തു, മോര് കുടിച്ചെന്ന് പറഞ്ഞാൽ കുടിച്ചെന്ത്, എൻ്റെ ദാഹം തീർന്നു, നിനക്കെന്നെ നീ കുടിക്കണ്ട. കാരണം കേരള മക്കളോട് നടന്നാ പോയിരുന്നു ഞാൻ. ഉച്ചയ്ക്ക് കഴിഞ്ഞ് വരുമ്പോൾ ഉച്ച നല്ല ഒന്നാം തരം സംഭാരം, പുറത്തൊക്കെ വെക്കുന്നതിനൊക്കെ നല്ല ഒന്നാം തരം സംഭാരം അവർ കൊടുക്കും, ഫ്രീ. നമ്മൾ 2 ഗ്ലാസ് മേടിച്ച് കുടിക്കാൻ കുഴപ്പമില്ല, എനിക്കൊരു തെറ്റും തോന്നിയിട്ടില്ല. അതുപോലെ ക്രിസ്ത്യാനിയായിരുന്നു മോരുവെള്ളം കൊടുക്കണ്ടേ ഫ്രീ വെയിലത്ത്, അവൻ ചെയ്യുന്നില്ല, അവൻ കൊടുക്കും. അപ്പോൾ ബലഹീന വിശ്വാസി ഇത് കണ്ടപ്പോൾ എന്ത് ചെയ്തെന്നറിയാമോ, അവനത് ഭയങ്കര ഇടർച്ച. അയ്യോ, അതിലൂടെ പോര് വന്നു, പോരാട്ടം വന്നു, അയ്യോ, പിന്നെ എൻ്റെ അപ്പ ഏതായാലും ഒരു കുഴപ്പമില്ല അവിടെ. അപ്പം ബലഹീന വിശ്വാസികളുണ്ട്. അപ്പോൾ ഒരു സഭയ്ക്കകത്ത് ഇതെല്ലാം ഉണ്ട്. ഇനി വേറെ ഉണ്ട് കേട്ടോ കുറേ. ഈ ജഡത്തെ അനുസരിച്ച് നടക്കുന്നവരിൽ തന്നെ വേറെ പല ടൈപ്പുണ്ട്. അവിടുത്തെ നുണ മാത്രം പറയുന്നവരുണ്ട്. വീണ്ടും ജനങ്ങൾ പ്രവേശിക്കുന്നല്ല, ഈ അവരൊക്കെ ആത്മാവിൽ ആരാധിക്കുന്ന കണ്ട ഇവൻ തന്നെയാണോ തോന്നുന്നത്. നുണ പറയാമെന്നല്ല ഞാൻ ഈ പറഞ്ഞ കേട്ടോ, അങ്ങനെ നിൽക്കുന്നത്. അപ്പം ചിലരുടെ ഇത് നമ്മൾ മനസ്സിലാക്കിയെടുത്തിട്ട് അവൻ വളർന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അവൻ എന്തുവാ, ശിശുവാ. പലതും അവൻ എന്ത് ചെയ്തിട്ടില്ല, മനസ്സിലായിട്ടില്ല. ഇപ്പോൾ ആരാനിക്ക് വരുന്നൊരു കൊച്ചു 2 വയസ്സ് ആഴൊരു കൊച്ച് ഓളി വെച്ച് മൂത്രം ഒഴിച്ചാൽ നമ്മളൊന്നും പറ്റില്ല. ഞാൻ വെച്ച് ഒരു 16 വയസ്സുള്ളതാ മൂത്രം ഒഴിച്ചതെന്ന് വെച്ചാലോ അല്ലേ. അതിനെ 2 പേരെയും ഞാൻ പറഞ്ഞ ഒന്ന് ശിശുവായിരിക്കുന്നിടത്തോളം കാലം പല നിയമങ്ങളും ചട്ടങ്ങളും അവർക്ക് എന്തല്ല, ബാധകം അല്ല. ഇതുപോലെ തന്നെ ദൈവത്തിൻ്റെ സഭയിൽ. അപ്പം ഇതെല്ലാം കൂടിയതാണ് എന്ത്, ദൈവത്തിൻ്റെ സഭ. ഇതിനകത്ത് പ്രാകൃതരുണ്ട്, ആത്മീയമായിട്ട് പക്വതയില്ലാത്തവരുണ്ട്, പക്വത വന്നവരുണ്ട്, ബലഹീനരുണ്ട്, ജഡത്തെ അനുസരിച്ച് നടക്കുന്നവരുണ്ട്, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരുണ്ട്. ഇവരെല്ലാം ഇതിനകത്തുണ്ട്. ഈ അടുത്ത കാലത്ത് ഒരു 10-20 ഹൈന്ദവ വിശ്വാസികൾ രക്ഷിക്കപ്പെട്ടെടുത്തിട്ടൊരു കൂട്ടായ്മ കൂടുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഇവിടെ വന്ന് കൂടാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞു, വേണ്ട, നിങ്ങളൊറ്റയ്ക്ക് അവിടെ തന്നെ കൂടിക്കോ, ഞാനൊരാളെ ഇവിടുന്ന് എന്ത് ചെയ്തു തരാം, നിങ്ങളുടെ പാകത്തിന് നിങ്ങളോട് സുവിശേഷം പറയാൻ പറ്റുന്ന ഒരു വ്യക്തിയെ ഞാൻ ഇവിടുന്ന് എന്ത് തരാം, അങ്ങോട്ട് അയച്ചു. കാരണം നമ്മൾ ഈ പറയുന്ന കുഞ്ഞാടിൻ്റെ കല്യാണമൊന്നും അവർക്കൊരു പിടിയും കിട്ടില്ല. എന്തോ ഈ കുഞ്ഞാടുന്നൊന്നും അവർക്ക് ഒരു പിടിയും കിട്ടത്തില്ല. അപ്പം അവിടെ വി ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം ദ വെരി ബിഗിനിങ്. രക്ഷ എന്തുവാ, വേർപാട് എന്തുവാ, ജീവിത വിശുദ്ധി എന്തുവാ, ദൈവത്തെ സ്നേഹിക്കുന്നവൻ എങ്ങനെ ജീവിക്കേണ്ടത്,
അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എങ്ങനെയാണ് കൊണ്ടുവരേണ്ടത്. ഇതെല്ലാം നമ്മൾ ഇവിടെ നിന്നുള്ള പ്രസംഗമൊന്നും എന്ത് ചെയ്യത്തില്ല, അവിടെ എന്ത് ചെയ്യത്തില്ല, ഒന്നും അവർക്ക് മനസ്സിലാവില്ല. അവനെ നഴ്സറി കൊണ്ടുവരുത്തണ്ടേ. അപ്പോൾ അതിന് പഠിപ്പിക്കാൻ പറ്റിയ നഴ്സറി പഠിപ്പിക്കാനായിട്ട് PhD പഠിച്ച ടീച്ചറൊന്നും വേണ്ട, MPhilകാരനൊന്നും വേണ്ട. അതിന് പറ്റിയ, അപ്പോൾ ഞാൻ അതിന് പറ്റിയൊരു ദൈവദാസനെ അയച്ചു കൊടുത്തു. അദ്ദേഹത്തിനും വലിയ സന്തോഷമായി, ആ ചെല്ലുന്ന അവർക്കും സന്തോഷമായി. ഒരു 10-20 പേരുണ്ട്, അവർ വളരെ സന്തോഷമായിരിക്കും അവർക്ക്. ഇവിടെ കൊണ്ടുവന്നാലോ നമ്മുടെ പാട്ടും അറിയത്തില്ല, ഒന്നും അറിയില്ല, അവർക്ക് യാതൊരു ഇതും കിട്ടത്തില്ല. അപ്പം നമ്മൾ ഇതൊക്കെ നോക്കി വെച്ച് വേണം എന്ത് ചെയ്യാനായിട്ട് ആളുകളെ. അപ്പം ഞാൻ പറഞ്ഞു കുറച്ച് നാൾ അവരവിടെ കൂടട്ടെ, എന്നിട്ട് അവർക്ക് കട്ടിയായ ആഹാരം കഴിക്കാറായിരിക്കുന്നു, അവർ പക്വത വന്നിരിക്കുന്നു, നമ്മളോടൊപ്പം ഇരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ടുള്ള ആരാധിപ്പാനായുള്ള പക്വതയിലേക്ക് അവർ വന്നിരിക്കുന്നു എന്ന് കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അവരെ ഇതിനകത്തോട്ട് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം. അപ്പം ഇതാണ് ദൈവത്തിൻ്റെ സഭ. അതല്ലേ കർത്താവ് പറഞ്ഞത്, ദൈവത്തിൻ്റെ രാജ്യമെന്ന് പറയുന്നത് എല്ലാ വക മീനും പിടിക്കുന്നൊരു വലയോട് സദൃശ. എല്ലാ മീനും അതിനകത്തുണ്ട്. അതിനെ പരിപാലിച്ച് നടത്തണമെങ്കിൽ ഒരു പരിപാലന വരമെന്ന് പറഞ്ഞ വരം തന്നെ ദൈവത്തിൽ നിന്ന് എന്ത് ചെയ്യണമെന്നറിയാമോ, പ്രാപിച്ചവർക്ക്. അതുകൊണ്ടാണ് എല്ലാവർക്കും സഭ നടത്താൻ പറ്റില്ല. എല്ലാവരുടെയും വിളി അതല്ല, എല്ലാവരുടെയും വിളി. അവൻ ചിലരെ അപ്പോസ്തലന്മാരായിട്ട്, ചിലരെ പ്രവാചകന്മാരായിട്ട്, ചിലരെ ഇടയന്മാരായിട്ട്, എല്ലാവരും അല്ല കേട്ടോ. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ആ വിളി ഉണ്ടെന്ന് വിചാരിക്കേണ്ട, ചിലർക്കേ ഉള്ളൂ അത്. അല്ലാത്തവരെ സഭയെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഒറ്റ വർഷം കൊണ്ട് സഭ അടച്ചു പൂട്ടി തരും നമുക്ക്. അതിന് കൃപയുള്ളവനെ, വിളിയുള്ളവനെ നമ്മൾ എന്ത് ചെയ്യണം, കണ്ടെത്തണം. ഓക്കെ, ഹീ ഈസ് ഗുഡ് ഫോർ ദാറ്റ് മിനിസ്ട്രി. എനിക്ക് അവിടെ ഒരാളെ അയക്കാൻ തോന്നിയപ്പോഴും ഞാൻ ഒത്തിരി കർത്താവ് ആരെ അയക്കണം, അതിനാരാ പറ്റിയത് നോക്കിയപ്പോൾ നമ്മുടെ സഭയിൽ അതിന് പറ്റിയ ഒരാളെ ഞാൻ കണ്ടെത്തി. ഞാൻ പറഞ്ഞു, ബ്രദറെ കാര്യം ചെയ്യണം, ബ്രദറെ ഇനി പോയി ആ കൂട്ടായ്മ നടത്തണം. ഒന്നും അവർക്കറിയത്തില്ല, ആരാണ് നടത്തേണ്ടത്, എങ്ങനെയാണെന്ന് അറിയത്തില്ല, യാതൊന്നും അറിയത്തില്ല. അതുകൊണ്ട് ബ്രദർ പോയി ആ കാര്യങ്ങളെല്ലാം, രാവിലെ ആരാധന കഴിയും, പുള്ളി അവിടെ പോയി ആരാധനത്തും. അപ്പോൾ ഞാൻ അത് വലിയ സാമ്പത്തിക ശേഷിയൊന്നും ഇല്ലാത്തൊരു മനുഷ്യനാണ് കേട്ടോ, അപ്പോൾ വെറും പാവം മനുഷ്യനാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ബ്രദറെ ഇപ്പോൾ 2-3 ആഴ്ച പോയല്ലോ, എങ്ങനെയാണ് ബ്രദറിൻ്റെ കാര്യം നടക്കുന്നത്? കാരണം അദ്ദേഹം വണ്ടി പോവുക. അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ? അതൊക്കെ കൃപയാൽ നടക്കും. അപ്പോൾ ഈ കൃപയാൽ എന്നുള്ളത് ദൈവമക്കളുടെ ഒരു നല്ല വാക്കാണ്. ഞാൻ പറഞ്ഞു ശരി, എനിക്ക് മനസ്സിലായി, എന്നാലും എത്ര രൂപയാവും ചോദിച്ചു. നിങ്ങൾക്ക് പെട്രോൾ അടിച്ച് ഞാൻ അവിടെ പോയി, അവിടുത്തെ ചിലപ്പോൾ അവിടുത്തെ ശിശുക്കളെ എനിക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിലും കൂടെ കൊണ്ടുവിടേണ്ട അവസരം വരാൻ, കാരണം അദ്ദേഹം പിന്നെ നടന്നു പോയിട്ടായിരുന്നു. ഞാൻ പറഞ്ഞു, പുള്ളി പറഞ്ഞു ഒരു 300 രൂപ പെട്രോളിൻ്റെ കാശെങ്കിലാവും. ഞാൻ പറഞ്ഞു ഞാൻ തരാം. ഇനി അതിനെക്കുറിച്ച് ഭാരപ്പെടേണ്ട, പെട്രോൾ അടിക്കാൻ കാശില്ല എന്നുള്ളതുകൊണ്ട് എന്ത് ചെയ്യേണ്ട, കൂട്ടായ്മ എന്ത് ചെയ്യേണ്ട. കാരണം അവിടുന്ന് സ്വതകാഴ്ചയൊന്നും എടുക്കാറായില്ലേ. റബ്ബർ വെച്ചാൽ തന്നെ വെട്ടണമെങ്കിൽ 7 കൊല്ലം കഴിയണ്ടേ. ഇതുകൊണ്ട് വന്ന വിശ്വാസത്തിനെ ഇപ്പോൾ ഞെക്കി പിടിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അതേ പറഞ്ഞ് ഒന്നും ചെയ്യണ്ട, അത് ഞാൻ തരാം. എല്ലാ ആഴ്ച ആരാനിക്ക് വരുമ്പോൾ എൻ്റെ എന്ത് ചെയ്യണം, ഇത് വാങ്ങിച്ച് പോകാൻ മറക്കരുത്. എന്താ ഇവിടെ ചെയ്യുന്നേ? ഒരു സഭയെ നിലനിർത്തുക, ഒരു സഭയെ വളർത്തിക്കൊണ്ടുവരിക. അപ്പോൾ ഒരു അഡീഷണൽ എക്സ്പെൻസാണ് ഒരു മാസം എന്ന് പറഞ്ഞപ്പോഴത്തേന് അല്ലേ 1500 രൂപയൊക്കെ ആയിപ്പോഴും. ഇതെല്ലാം തീരുമാനമൊക്കെ എടുത്ത് ഞാൻ ഇന്നലെ രാത്രി കിടന്നുറങ്ങാൻ ഇല്ല, രാത്രി ഒരു 5 മണിയായപ്പോൾ എനിക്കൊരു എൻ്റെ ഇതിനകത്തൊരു ടെക്സ്റ്റ് മെസ്സേജ് വന്നു. നമ്മുടെ തമ്മിൽ പറഞ്ഞു, പാസ്റ്റർ പേഴ്സണൽ അക്കൗണ്ട് നമ്പർ ഒന്ന് അയച്ചു തരാൻ. ഞാൻ സാധാരണ അങ്ങനെ ആർക്കും കൊടുക്കാറില്ല, ചർച്ചിൻ്റെയാണ് കൊടുക്കുന്നത്, ചർച്ചിന് കൊടുക്കുന്ന ചർച്ച. ഞാൻ പറഞ്ഞു ചർച്ചിൻ്റെ അക്കൗണ്ട് നമ്പർ ഓൾറെഡി ഞാൻ തന്നല്ലോ, നീ ഇപ്പോൾ ഓൾറെഡി അതിനകത്ത് നിൻ്റെ തൈത്ത് ഇട്ടായിരുന്നല്ലോ, പിന്നെ എന്തിനാ? അല്ല ഇതൊരു തരാൻ പറഞ്ഞു. ഞാൻ അയച്ചു കൊടുത്തു. പുള്ളി 5000 രൂപ 2 പേർക്ക് ഇടാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതാർക്കുള്ളതാ, ഈ പുതിയ ഇടയനുള്ളതാ, ഇതെനിക്കുള്ളതല്ല. ദൈവം വിശ്വസ്തനെന്നാ നമ്മുടെ ഏൽപ്പിച്ച് തന്നതാ. അപ്പം ഞാനിതെല്ലാം പറഞ്ഞു വരുന്നതിന് എന്ത് കാര്യം അറിയാമോ? വി ഹാവ് ടു നോ ദ ചർച്ച്. സഭയ്ക്കകത്ത് ഇങ്ങനത്തെ എല്ലാവരും ഉണ്ടായിരിക്കും, പ്രാകൃതരുണ്ടാവും,
ചിലപ്പോൾ രക്ഷിക്കപ്പെട്ട കൃത്യത്തൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ എവിടോ കൂട്ടുകെട്ടി പോയി വെള്ളമടിച്ച് പോയി, അവൻ അടിച്ചു പോയി. സാറിലടാ വാ, അനൂത്തനായ യേശുവിൻ്റെ രക്തം സകല പാപം പോക്കി നമ്മെ എന്ത് ചെയ്യുന്ന ശുദ്ധീകരിക്കുന്ന. അത് ശരി, നീ രക്ഷിക്കപ്പെട്ടിട്ട് നീ പിന്നെയും വെള്ളമടിക്കാൻ പോയത്, അത് ശരി, എന്തൊരു പേടിയത് എന്ന് പറഞ്ഞാൽ അവനെ തള്ളിക്കളയാനല്ല. ഇവരെല്ലാം എന്ത് ചെയ്യണമെന്നറിയാമോ? ചെത്തി വെടിപ്പാക്കി അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കി ജഡത്തിലും ആത്മാവിലും ഒരു കന്മഷവും ഇല്ലാതെ. എത്ര നാളത്തെ പണിയാണെന്നറിയാമോ ഇത്? ഇപ്പോഴല്ലേ മിടുക്കന്മാരായേ? എത്ര നാളത്തെ പണിയാണ്, എളുപ്പമല്ല. അപ്പൊ ക്രിസ്തുയേശുവിൽ തന്നെയാ. പക്ഷേ ചിലപ്പോഴൊക്കെ ജഡത്തെ അനുസരിച്ചങ്ങ് നടന്നു. ചിലപ്പം പക്വതയൊക്കെ നഷ്ടപ്പെടും. ചിലപ്പോൾ ശിശുക്കളെക്കാളും കഷ്ടത്തിലായിരിക്കും നമ്മുടെ ജീവിതം. ചിലപ്പോൾ ചില കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ ബലഹീനരായിപ്പോഴും. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് ക്രിസ്തുയേശുവിലുള്ളവർക്കൊരു ശിക്ഷാവധിയും ഇല്ലാത്തതിൻ്റെ കാരണം അവർ ജഡത്തെയല്ല ആത്മാവിനെ അത്രയനുസരിച്ച് ജീവിക്കുന്നത്. അല്ല, നമ്മൾ വായിച്ച് നമ്മൾ എവിടെ വരെ എത്തിയെന്നറിയാമോ? 26 വാക്യത്തിലായി നിൽക്കുന്നത്. 24 വാക്യത്തിൽ വായിച്ചു, പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടു. എന്തുവാ നമ്മുടെ പ്രത്യാശ? എന്തുവാ? നമ്മുടെ പുത്രത്വത്തിൻ്റെ പൂർണ്ണതയാകുന്ന ശരീരത്തിൻ്റെ വീണ്ടെടുപ്പും കൂടെ നമുക്ക് ലഭിക്കും. അതാണ് നമ്മുടെ ഉറപ്പ്, അതാണ് പ്രത്യാശ. ആ പ്രത്യാശ ചുമ്മാതുള്ള പ്രത്യാശയല്ല. ആ പ്രത്യാശയ്ക്ക് നമുക്കൊരു ഉറപ്പും തന്നിട്ടുണ്ട്. എന്തുവാ? വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനെ അവൻ നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നു? തന്നേക്കുന്നു. ഇനി നമ്മൾ മാത്രമല്ല ഇതിങ്ങനെ സംഭവിക്കും എന്ന് കാത്തിരിക്കുന്നത്. ഈ പ്രപഞ്ചം പോലും ദൈവോത്രന്മാരുടെ സൃഷ്ടി പോലും ദൈവോത്രന്മാരുടെ വെളിപ്പാടിന് വേണ്ടി ആകാംക്ഷയോടെ ഞരങ്ങി കാത്തിരിക്കുക. നമ്മൾ മാത്രമല്ലെന്നാ. അപ്പൊ നമ്മുടെ പ്രത്യാശ എന്തുവാ? അവൻ വരുമ്പോൾ നാമും അവനെ പോലെ സദസ്യരാകും. അതുകൊണ്ട് അത് തന്നെയല്ല, അതുപോലെ തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണനിന്ന് വേണ്ടുന്ന പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ഇവിടെ പറയാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്നതിൻ്റെ പല കാര്യങ്ങളുണ്ട്. ഒന്ന്, വൈ ദ ഹോളി സ്പിരിറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു us. എന്തിനാ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മളിൽ തന്നേക്കുന്നത്? ഒന്ന്, ഇവിടെ എൻ്റെ തിയോളജി ക്ലാസ് പഠിച്ചവർ, പരിശുദ്ധാത്മശാസ്ത്രം പഠിച്ചവർ ഓർക്കണം, എന്തിനാ പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് നൽകി തന്നേക്കുന്നത്? ആദ്യം നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ എന്തോ ആദ്യം ഉണ്ടായേ? പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക്. ദാറ്റ്സ് ആൻ അഷ്വറൻസ് ദാറ്റ് വി ആർ ദ ചൈൽഡ്. നാം ദൈവമകളാണ്, ദൈവമക്കളാണ് എന്നുള്ളതിൻ്റെ ഉറപ്പിനാ പരിശുദ്ധാത്മാവിനെ തന്നേക്കുന്നത്. ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. ഒന്ന്, നമ്മുടെ പുത്രത്വത്തിൻ്റെ ഉറപ്പിനായിട്ട്. ഒന്ന്, പുത്രത്വത്തിൻ്റെ ഉറപ്പിന്. അതിന് വാക്ക് കണ്ടുപിടിച്ചോണം. ഏതാ വാക്ക്? ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതെവിടാന്ന് കണ്ടുപിടിച്ചോണം. അതാണ് നിങ്ങളുടെ അസൈൻമെൻറ്റ് അടുത്ത ആഴ്ചക്കുള്ളത്. ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. 2, വീണ്ടെടുപ്പിൻ്റെ ഉറപ്പിന്. വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞാൽ എന്തുവാ? അവനാലല്ലോ. വീണ്ടെടുത്ത് മാത്രമല്ല,
പരിശുദ്ധ അച്ചാരമായിട്ട്, അഡ്വാൻസ് ആയിട്ട് ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുക, മുദ്രയിട്ടിരിക്കുക നമ്മുടെ വീണ്ടെടുപ്പിന്റെ ഉറപ്പിന് വേണ്ടിയിട്ട്. 3, പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നതിനെ സുവിശേഷീകരണത്തിന് വേണ്ടിയാ. എന്നാൽ ആത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ തമ്മിൽ തല്ലുമല്ലയോ അല്ലേ? ആത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളായിത്തീരും. സുവിശേഷീകരണത്തിന് വേണ്ടിയാ നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നത്? ആത്മാവിനെ തന്നിരിക്കുന്നത്. 4, ദൈവസ്നേഹം വെളിപ്പെടുത്താനാ. എവിടെ നമ്മൾ റോമാലേഖനത്തിൽ പഠിച്ചായിരുന്നു ഇല്ലേ? 5-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. അപ്പൊ എന്തിനാ ഇത് പറഞ്ഞത്? ദൈവത്തിൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കാനായിട്ട്. അടുത്തത്, ഇങ്ങനെ പ്രസംഗം ഉണ്ടാക്കട്ടെ കേട്ടോ. പരിശുദ്ധാത്മാവിനെ പറഞ്ഞ അടുത്തതിന് വേണ്ടിയാ? ഇവിടെ വായിച്ചു, ദൈവഹിതപ്രകാരം പ്രാർത്ഥിക്കാനായിട്ട്. നമുക്ക് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണന്ന് ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി ദൈവത്തോട് എന്ത് ചെയ്യുക? പക്ഷപാതം ചെയ്യുക. അപ്പോഴെന്തുവാ? ദൈവഹിതപ്രകാരം പ്രാർത്ഥിക്കുവാൻ. ഇതിൻ്റെ വാക്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടുപിടിച്ച് വരണം. തിങ്കളാഴ്ച വരുമ്പോൾ ഞാൻ ചോദിക്കും. ദൈവഹിതപ്രകാരം പ്രാർത്ഥിക്കുവാൻ. 6, പരിശുദ്ധാത്മാവ് നയിക്കുന്നതിന് വേണ്ടിയാ? ജയജീവനം നയിക്കാനായിട്ട് എന്നെ ശക്തീകരിക്കാൻ. എന്ന് പറഞ്ഞാൽ പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം എതിർത്തു നിന്ന് ജയകരമായൊരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ എന്നെ ശക്തീകരിക്കുക. അപ്പം എന്തുവാ? ജയജീവനത്തിന് വേണ്ടി. ജയകരമായ ഒരു ജീവിതം ഇവിടെ നയിക്കാൻ വേണ്ടിയാ പരിശുദ്ധാത്മാവിനെ എനിക്ക് തന്നേക്കുന്നത്. അടുത്തത്, കർത്താവിൻ്റെ വരവിനായിട്ട് നമ്മെ ഒരുക്കാനായിട്ട്. 8, സകല സത്യത്തിലേക്ക് നമ്മെ വഴി നടത്താൻ. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ എന്തു ചെയ്യും? സകല സത്യത്തിലേക്ക് നമുക്ക് വഴി നടത്തി തരും. 9, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്താനായിട്ട്. ചില കാര്യങ്ങളൊക്കെ പരിശുദ്ധാത്മാവ് പറയും, നോ 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 ചെയ്യരുത്, അത് ദൈവഹിതമല്ല. 10, ദൈവവചനത്തിൻ്റെ മർമ്മങ്ങളെ വെളിപ്പെടുത്തുവാൻ. അതുപോലെ തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണനിന്ന് വേണ്ടുന്നത് പോലെ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമ്മൾ അറിയുന്നില്ലല്ലോ. തുണനിന്ന് അതൊരു ഹൈഫനിൽ കിടക്കുന്നതാണ് കേട്ടോ. അതെ, അത് നമുക്ക് അറിയാത്തത് കൊണ്ട് ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി
പക്ഷപാതം ചെയ്യുന്നു. ഇത് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാനൊരു കാര്യം പറയാം. ഒരാൾ പ്രാർത്ഥിക്കാൻ നമ്മുടെ മുമ്പിൽ വന്നാൽ ഞാൻ സാധാരണ ആരോടും ചോദിക്കാറില്ല എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന്. ചോദിക്കുന്നത് തെറ്റാണെന്നൊന്നും അല്ല ഞാനീ പറയുന്നത്, ഞാൻ ചെയ്യാറില്ലെന്നേ പറഞ്ഞുള്ളൂ. ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ ആരംഭിക്കും. ആ വ്യക്തിയുടെ മേൽ കൈവച്ചാൽ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ അടുത്ത് ഞാൻ നിൽക്കുമ്പോൾ അന്യഭാഷകൾ, കാരണം എനിക്കറിയത്തില്ല എന്തോ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അന്യഭാഷകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് തന്നെ അത് നമുക്ക് വിവേചിച്ച് തരും. ഇന്നതാണ്, ഈ വിഷയമാണ് ആ വ്യക്തിക്ക് ആവശ്യമായിരിക്കുന്നത്, ഇന്ന വിഷയത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്, ഇന്ന വിഷയമാണ് ആ വ്യക്തിക്ക് വിടുതൽ ആവശ്യമാകുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ നമുക്ക് എന്ത് ചെയ്തു തരും? വെളിപ്പെടുത്തി തരും. അപ്പോൾ ആളുകൾ ചോദിക്കും, അതെങ്ങനെ പാസ്റ്റർ അറിഞ്ഞ്? ഞാൻ അറിഞ്ഞല്ല, ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തിയതാണ്. എനിക്കറിയില്ലായിരുന്നു എന്തോ ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതെന്ന്. പലരോടും ദൂത് പറയാൻ ചെല്ലുമ്പം എനിക്കറിയില്ല ആ മനുഷ്യനോട്, പക്ഷേ ദൈവാത്മാവ് അങ്ങോട്ട് ആ മനുഷ്യൻ്റെ അടുക്കലോട്ട് നയിച്ച് അവിടെ ചെന്ന് ഇപ്പോഴാണ് ദൈവാത്മാവ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ അധരങ്ങളിൽ ആ വ്യക്തിയെക്കുറിച്ചുള്ള ദൂത്, ആ വ്യക്തിയോടുള്ള ദൂത് ഒക്കെ നമുക്ക് നൽകി തരുന്നത്. അവിടെ ആത്മാവിനെ അനുസരിച്ച് നടപ്പീനെന്ന് പറയാൻ കാരണം അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്ന, ഇവിടെ ബലഹീനത എന്ന് പറയുന്നത് പാപം ചെയ്യുന്ന ബലഹീനതയല്ല, നമുക്ക് അറിവില്ല എന്നുള്ള ആ ബലഹീനത, നമുക്കറിയില്ല എന്നുള്ളത്. എന്ത് വിഷയത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നെനിക്ക് അറിയില്ല എന്നുള്ള എൻ്റെ ആ ബലഹീനത, അതാര് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? അവിടെ ഉടനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കടന്നു വരിക, വന്ന് എനിക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? പ്രാർത്ഥിക്കാൻ ആരംഭിക്കുക. എന്നാൽ ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിൻ്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ അവരെ മുൻ നിയമിച്ചുമിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. ഇതാണ് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്ലാൻ. എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്ലാൻ എന്തുവാ? എന്നെ തേജസ്കരിക്കുക എന്നുള്ളതാണ്. ദാറ്റ്സ് ഗോഡ്സ് പ്ലാൻ. ക്ലോത്ത് മീ വിത്ത് ഹിസ് ഗ്ലോറി. അവൻ്റെ മഹത്വത്താൽ എന്നെ കൂടെ എന്ത് ചെയ്യുക? നിറയ്ക്കുക എന്നുള്ളതാ. എന്നെ തേജസ്കരിക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പ്ലാൻ. ആ തേജസ്കരിക്കേണ്ടതിന് വേണ്ടിയാണ് അവൻ എന്നെ എന്ത് ചെയ്തത്? നീതീകരിച്ചത്. പുറകിന് മുകളിലോട്ട് കയറുക. അതിനുവേണ്ടിയാണ് അവൻ എന്നെ നീതീകരിച്ചത്. നീതീകരിക്കാൻ വേണ്ടി അവൻ എന്ത് ചെയ്ത് എന്നെ വിളിച്ചത്. വിളിക്കുന്നതിന് മുമ്പേ അവൻ എന്നെ എന്ത് ചെയ്തു? മുൻ നിയമിച്ചിരുന്നു. മനസ്സിലായോ? അതുകൊണ്ടാ യിരെമ്യാവ് പറയുന്നത്, യിരെമ്യാവേ ഫ്രം യുവർ മദേഴ്സ് വൂം, അല്ലേ? യിരെമ്യാവിനോടല്ലേ പറയുന്നേ, നിൻ്റെ അമ്മയുടെ ഗർഭപാത്രം മുതൽ ഞാൻ നിന്നെ എന്ത് ചെയ്തിരിക്കുന്നു? ഞാൻ നിന്നെ എനിക്ക് എൻ്റെ പ്രവാചകനായിട്ട്, നിന്നെ നീ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ഞാൻ നിന്നെ ജാതികൾക്ക് ഈച്ച് ആൻഡ് എവരി വൺ ഓഫ് us, നമ്മളെ ഓരോരുത്തരെ കുറിച്ചും നമുക്കിപ്പം തോന്നും, അത്ഭുതം തോന്നില്ല നമ്മളിവിടെ എങ്ങനെ, ബട്ട് ഇറ്റ് ഈസ് there even from the very beginning. യിരെമ്യാവിനോട് പറഞ്ഞു, യിരെമ്യാവേ നീ നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ ഞാൻ നിന്നെ കണ്ടതാ. യു ആർ ഇൻ മൈ പ്ലാൻ. ഈ നന്നായിട്ട് വീടൊക്കെ പ്ലാൻ ചെയ്യുന്ന ആളുകൾക്ക് അവർ പണിയുന്നതിന് മുമ്പ് തന്നെ ആ വീട്ടിൽ ആ മുറി ഇങ്ങനെ ആയിരിക്കും, അവിടെ കട്ടിൽ എവിടെ ആയിരിക്കും കിടക്കേണ്ടത്, അതനുസരിച്ചായിരിക്കും അതിൻ്റെ അവിടെ ബെഡ് സ്വിച്ച് അവർ ഒക്കെ. ഇതൊന്നും ആയിട്ടില്ല, അതിൻ്റെ പറമ്പോടെ വെറുതെ കിടക്കുന്നേ ഉള്ളൂ. പക്ഷെ അതിനു മുമ്പേ ഇതൊക്കെ എന്ത് ചെയ്തിരിക്കുന്നു? ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. God has designed who you are. നീ ആരായിരിക്കണമെന്ന് ആ ഒരു ഉറപ്പ് വേണം. ആ ഉറപ്പില്ലാത്ത ഇടയ്ക്ക് എടുത്ത് ചാടുന്നതായിരുന്നു. അയ്യോ ദൈവം പ്രവർത്തിച്ചില്ലെങ്കിലോ,
കർത്താവ് ചെയ്തില്ലെങ്കിലോ, എനിക്ക് വയസ്സ് ഇത്രയായില്ലേ, കാലവും സമയമൊക്കെ പോയില്ലേ, ഇനി ഒരു പക്ഷേ തമ്പുരാൻ എൻ്റെ കാര്യം മറന്നാലോ, ബാക്കിയുള്ളവരുടെ കാര്യത്തിലൊക്കെ ഇടപെട്ടിട്ട് എൻ്റെ കാര്യം അങ്ങ് മറന്നാലോ ദൈവം. അതുകൊണ്ട് ഞാൻ എനിക്കുള്ള വഴി ഞാൻ തന്നെ തിരഞ്ഞെടുക്കുക. നോ, God has ലോകസ്ഥാപനത്തിന് മുൻപേ എൻ്റെ ദൈവം എന്നെക്കുറിച്ചുള്ളത്, എനിക്ക് വേണ്ടുന്നത്, എൻ്റെ തലമുറയ്ക്ക് വേണ്ടുന്നതെല്ലാം എൻ്റെ തമ്പുരാൻ എന്ത് ചെയ്തിട്ടുണ്ട്, നിർണയിച്ചു വെച്ചിട്ടുണ്ട്. ആ ഒരു കോൺഫിഡൻസ് ദൈവത്തിൽ വേണം. അതല്ലേ പറഞ്ഞൊരു പാട്ടുകാരൻ പറഞ്ഞു, ഉലകസ്ഥാപനം മുൻപന്നെ ഫലമേകാൻ തിരഞ്ഞെടുത്തു. കുരിശന്റെ നിഴലാണ് എന്നെ അഭയമെൻ്റെ യേശുനാഥ. ഉലകസ്ഥാപനം മുമ്പെന്നെ ഫലമേകാൻ തിരഞ്ഞെടുത്തു. സൽഫലങ്കായി ചുരഞ്ഞിടട്ടെ, വല്ലഭനുല്ലാസം ആകട്ടെ. സൽഫലങ്കായി ഉലകസ്ഥാപനത്തിന് മുൻപേ ആ ഒരു കാഴ്ചപ്പാട്, ആ ഒരു ബോധ്യം അകത്ത് വന്നാൽ നത്തിങ് ക്യാൻ ഷേക്ക് യു. നിന്നെ ഇളക്കാൻ ഒരു മനുഷ്യനെ കൊണ്ടും കഴിയത്തില്ല. അപ്പോൾ പിന്നെ നമ്മുടെ അണ്ണാച്ചി പറഞ്ഞില്ല, പോണാൽ പോട്ടും പോടാ എന്ന് പറയും. പോടാ, എൻ്റെ തമ്പുരാൻ എനിക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്, കരുതിയിട്ടുണ്ട്. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്, കരുതിയിട്ടുണ്ട്. അവൻ ആരാന്ന് എനിക്കറിയാം. അവനെ നടത്താൻ ശക്തനാ, പരിപാലിക്കാൻ ശക്തനാ, എൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും മതിയായവനാണ്. ആ ഒരു ഉറപ്പ് നമുക്കുണ്ടോ? പൗലോസ് പറയുകയാണ്, അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകാൻ. ഐ വിൽ ബി ലൈക്ക് ജീസസ്. ഞാൻ യേശുവിൻ്റെ രൂപത്തോട് ഞാൻ എന്ത് ചെയ്യും, അനുരൂപനായിത്തീരും. അതുകൊണ്ടല്ലേ യോഹന്നാൻ പറയുന്നത്, നാം ഇന്നതായിത്തീരും എന്ന് പറയുന്നത് അവനെ കാണുമ്പം. ദ മോമെന്റ് വി സീ ഹിം. യോഹന്നാൻ അവനെ കണ്ടതാ ഒരിക്കൽ. ഈ യോഹന്നാൻ എന്നൊക്കെ അത് പറയുമ്പോഴേ അവൻ ആരാന്ന് കണ്ടതാ യോഹന്നാൻ. എവിടെ വെച്ചാ? മറുപോലെ വെച്ച്. അവൻ്റെ തേജസ് കണ്ടതാ. ആ കണ്ട യോഹന്നാൻ പറയാം, അവനെ നാം കാണുമ്പോണ്ടല്ലോ നമ്മൾ അവനോട് സദസ്യരായിത്തീരും. ആ മഹത്വം യോഹന്നാൻ കണ്ടതാ. തനിക്ക് ലഭിക്കാൻ പോകുന്ന മഹത്വം എന്തുവാണെന്ന് യോഹന്നാൻ ഒരിക്കലും എന്ത് ചെയ്തതാ, ദർശിച്ചതാ. ആ ഉറപ്പുണ്ടോ? എന്തിനാണ് ഇവിടെ കിടന്ന് കാലം കഴിഞ്ഞിട്ടടിക്കുന്നേ? എൻ്റെ ദൈവം പ്രവർത്തിക്കാമെന്ന് പറഞ്ഞില്ലേ, തരാമെന്ന് പറഞ്ഞില്ലേ, അവൻ ചെയ്യും. അവൻ്റെ സ്വരൂപത്തോടെ അനുരൂപരാകുവാൻ എന്നെ മുൻ നിയമിച്ചിരിക്കുന്നു. അവൻ മുൻ നിയമിച്ചവരെ വിളിച്ചവരെ അവൻ നീതീകരിച്ചവരെ അവൻ തേജസ്കരിച്ചു. ആദ്യത്തെ 2 കാര്യം നടന്നെങ്കിൽ നിന്റെ ജീവിതത്തിൽ മൂന്നാമത്തതും നടക്കും. There is no doubt. ആദ്യത്തെ 2 എന്തുവാ? എന്നെ വിളിച്ചു, പിന്നെ എന്നെ നീതീകരിക്കുകയും ചെയ്തു. ഒരു പാട്ടുകാരൻ ഇങ്ങനെ പാടി, കൂലിക്കാരനല്ല ഞാൻ, യേശുവിൻ സ്ഥാനാപതി, തിരഞ്ഞെടുക്കപ്പെട്ടവൻ ഞാൻ, രാജകീയ പുരോഹിതൻ, വിശുദ്ധ വംശക്കാരൻ ഞാൻ, സ്വന്തക്കാരനാണല്ലോ ഞാൻ. നമ്മുടെ പ്രാർത്ഥന കേട്ടോ, കർത്താവ് ഏഴയും പൊടിയും കീടവും കൃമിയും പിന്നെ ഇനി അതുമല്ല അഡ്ജക്റ്റീവ് വല്ലതും ഉണ്ടോ, മൈക്രോണോ ഒമിക്രോണോ എന്നൊക്കെ പറഞ്ഞല്ലേ. ദേശത്തിൻ്റെ താഴ്മയൊക്കെ നല്ലതാണ്, പക്ഷെ നീ ആരാന്നുള്ളൊരു ബോധ്യം കൂടെ വേണം. ആ ഭക്തൻ പാടിയതാ, കൂലിക്കാരനല്ല ഞാൻ, യേശുവിൻ സ്ഥാനാപതി, തിരഞ്ഞെടുക്കപ്പെട്ടവൻ ഞാൻ, രാജകീയ പുരോഹിതൻ, വിശുദ്ധ വംശക്കാരൻ ഞാൻ, സ്വന്തക്കാരനാണല്ലോ ഞാൻ. അതിൻ്റെ തുടക്കം എങ്ങനെയാണെന്നറിയാമോ? അല്ല, കഷ്ടതകൾ തീർക്കുവാൻ, സിദ്ധന്മാരെ ചേർക്കുവാൻ പെട്ടെന്ന് യേശു വന്നിടുമേ. നമ്മുടെ ജീവിതം ഉറപ്പുണ്ടായിരിക്കണം. ഞാൻ കൂലിക്കാരനൊന്നുമല്ല,
ഞാൻ കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിലെ കൂലിക്കാരനൊന്നുമല്ല, ഞാൻ സ്ഥാനാവധിയാണ്. അതുകൊണ്ട് യേശു ക്രിസ്തുവിനോട് നിലനിൽക്കൊള്ളുവാൻ ക്രിസ്തുവിന് സ്ഥാനാവധികളായി ഞാൻ നിങ്ങളോട് എന്ത് ചെയ്യുന്നു? ഐ ഹാവ് മൈ അതോറിറ്റി, ഐ ഹാവ് മൈ പൊസിഷൻ, ഐ ഹാവ് മൈ പ്രിവിലേജസ്. ഒരു സ്ഥാനാവധിയാണ് ഞാൻ. അതിൻ്റെ മാന്യതയ്ക്കൊത്തായിരിക്കും എൻ്റെ ജീവിതം, എൻ്റെ പ്രസംഗം, എൻ്റെ സകലതും അതായിരിക്കും. അവൻ മുന്നറിഞ്ഞവരെ എന്ത് ചെയ്തിരിക്കുന്നു? വിളിച്ചത് കർത്താവ് വിളിച്ചെന്ന് ബോധ്യമുണ്ടോ? കർത്താവ് വിളിച്ചെന്ന് ബോധ്യം വേണം. ഞാൻ വലിച്ചു കയറി വന്നവനല്ല. ഇവിടെ ഒരു ഭാര്യയും ഭർത്താവും കൂടെ വഴക്കൂടി ഇറങ്ങിപ്പോടിയെന്ന് പറഞ്ഞു. ഞാനങ്ങനെ വലിഞ്ഞു കയറി വന്നതൊന്നുമല്ല. ഞാൻ 4 പേര് അറിഞ്ഞിട്ടാണ് ഇവിടെ എന്ത് ചെയ്തേ കയറി വന്നത്. പോകുന്നെങ്കിലും 4 പേര് അറിഞ്ഞേ പോകത്തുള്ളൂ. ഞാൻ അവൾക്കൊരു അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുക. ഞാനിങ്ങനെ ഒളിച്ചോടി വന്നതൊന്നുമല്ല. എൻ്റെ കല്യാണത്തിന് 10-600 പേര് കൂടിയതാ. ഒരു കാര്യം ചെയ്യേ, ഞാൻ പൊക്കോളാം, ഒരു 10-600 പേരെ കൂട്ട്, സന്തോഷത്തോടെ ഇറങ്ങി പൊക്കോളാം. എൻ്റെ കർത്താവ് വിളിച്ചേച്ചാ ഞാൻ വന്നേ. എൻ്റെ കർത്താവ് വിളിച്ചിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. എൻ്റെ കർത്താവിന് എൻ്റെ ജീവിതത്തെക്കുറിച്ചൊരു വലിയ പ്ലാനുണ്ട്. അവൻ്റെ സ്ഥാനാവധിയായിരിക്കാനാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. അവൻ എന്നെ എന്ത് ചെയ്തിരിക്കുന്നു? അവൻ എന്ത് ചെയ്തിരിക്കുന്നു? തൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകാൻ വേണ്ടി വിളിച്ചിരിക്കുക. ഒരു കാര്യം ഞാൻ പറഞ്ഞു, അതിന് മുമ്പ് ഇറങ്ങി പോകരുത്. പണിതുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ നിന്നെ. അവൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് നീ എന്ത് ചെയ്യണം? അനുരൂപരാകുന്നിടം വരെ ഈ ചൂളയിൽ നിന്നെ ഇട്ടിരിക്കും. ടു മച്ച് പോരെ കർത്താവേ. ഇല്ല കുഞ്ഞെ, ഒരു ഭാഗം കൂടെ കരിയാനുണ്ട്. ഈ യാഗപീഠത്തിൽ നിങ്ങൾ പഠിക്കുമ്പോൾ യാഗങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോഴൊക്കെ ഒരു കാര്യം, പുരോഹിതൻ്റെ കയ്യിൽ ഒരു പ്രത്യേക ആയുധമുണ്ട്. എന്തുവാണെന്നറിയാമോ? മുപ്പല്ലി. മുപ്പല്ലി എന്ന് പറഞ്ഞാൽ ടെക്നിക്കലി പറഞ്ഞാൽ ഇന്നത്തെ പോലത്തെ ഒരു വലിയ ഫോർക്കാണ്. അതെന്തിനാണെന്നറിയാമോ? ദേവാത്വത എന്ത് ചെയ്യണം? തിരിച്ചിടാൻ വേണ്ടിയാ. ചില ഭാഗമൊന്നും ഇപ്പോഴും വെന്തിട്ടില്ലല്ലോ. ചിലതൊന്നും ഇപ്പോഴും വെന്തിട്ടില്ല. ഈ സ്റ്റേക്ക് കഴിച്ചിട്ടുണ്ടോ ആരെങ്കിലും? സ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ അത് മാംസം ഇങ്ങനെ ചുട്ട് വരുന്നത്. ഈ സ്റ്റേക്ക് തരുന്ന കൂട്ടത്തിൽ പ്രിപ്പയർ ചെയ്യാമെന്ന് ചോദിക്കണം, എങ്ങനെ വേണം ചോദിക്കണം. ചിലർ പറയും മൈൽഡ്, ചിലർ ഞാൻ പറയും വെൽ ഡൺ. എനിക്ക് നന്നായി വെന്തത് വേണം, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് മുറിക്കുമ്പോൾ ചോര കാണാം. ചിലതിനൊക്കെ ഇപ്പോഴും മുറിച്ചാൽ എന്ത് ചെയ്യും? ചോര കാണും. അതിനെന്ത് ചെയ്യണം? ഒന്നുകൂടെ തിരിച്ചിടും മുപ്പല്ലി കൊണ്ട് മുഴുവൻ ദഹിച്ച് തീർന്നിടാം. ഞങ്ങളുടെ വീട്ടിലെ പ്രശ്നം തീർന്നില്ലല്ലോ മാസ്റ്റർ. തീരില്ലെന്നേ, ദഹിച്ചിട്ടില്ല, കുറച്ചുകൂടെ ദഹിക്കാനുണ്ട്. എൻ്റെ കഷ്ടത തീർന്നില്ലല്ലോ മാസ്റ്ററെ, തീർന്നിട്ടില്ല, കുറച്ചുകൂടെ ദഹിക്കാനുണ്ട്. തിരിച്ച് മുപ്പല്ലി ഉണ്ടോ അവൻ്റെ കയ്യിൽ, അത് കുത്തി അങ്ങോട്ട് ഇടുക. പക്ഷെ വേറൊരു കൂട്ടർ എന്ത് ചെയ്താൽ മുപ്പല്ലി കൊണ്ട് അങ്ങനെ പാർട്ടി ഉണ്ടായിരുന്നു. അതാരാ? ഏലി പുരോഹിതൻ്റെ മക്കൾ എന്ത് ചെയ്തെന്നറിയാമോ? ഒരുമാതിരി നല്ല വീസൊക്കെ അവൻ എന്ത് ചെയ്താൽ മുപ്പല്ലി കൊണ്ട് കുത്തിയെങ്കിൽ അവനെടുത്ത് വീട്ടിലോട്ട് സ്റ്റേക്ക് ഉണ്ടാക്കാൻ കൊണ്ടുപോകും. അതെന്താൾ തിന്നേണ്ടി വന്നില്ലെന്നേ ഉള്ളൂ സ്റ്റേക്ക്. തമ്പുരാൻ്റെ തൊട്ട് കളിക്കരുത്, അത്രയും പറഞ്ഞ് അങ്ങ് വിടുക ആ ഭാഗം. അവൻ മുൻ നിയമിച്ച എന്നുവരെ, ഏതുവരെയാ? തൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് ഞാൻ അനുരൂപനാകുവോളം. യേശുവിൻ്റെ സ്വരൂപത്തോട്, യേശുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുക എന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടല്ലേ? അട്ടിച്ചാലും മിണ്ടില്ല എന്നാ പറഞ്ഞ പുള്ളി അല്ലേ? ചാട്ടവാറുണ്ടല്ലോ അടിച്ചേ, മുതുക ഉഴവുചാൽ പോലെ കീറിയെന്നാ പറയുന്നത്. ഇത് അടിക്കാൻ വരുന്നവൻ്റെ മുതുക നമ്മൾ ഉഴവുചാൽ പോലെ ആക്കി വിടുമല്ലേ? ഒന്നും മിണ്ടിയില്ല, രക്ഷ മിണ്ടിയില്ല. അവൻ്റെ പുത്രൻ്റെ സ്വാദൃശ്യത്തോട് അവൻ രൂപമാവുന്നവരെ. അതിനാ എന്നെ വിളിച്ചത്, അതിനായിട്ടാണ് എന്നെ വിളിച്ചേക്കുന്നത്, അതിനാ എന്നെ നീതീകരിച്ചത്. ആ നീതീകരിച്ചവരെ എല്ലാം അവൻ എന്ത് ചെയ്യുന്നറിയാമോ? തേജസ്കരിക്കുകയും ചെയ്യും. ഇനി ഇത് സംബന്ധിച്ച് നാം എന്ത് പറയണം? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആരാ എൻ്റെ കുഞ്ഞ്?
എന്നിട്ട് പറഞ്ഞു ദൈവം നമുക്ക് അനുകൂലമാണെന്നുള്ളതിൻ്റെ തെളിവ്. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലതും നമുക്ക് നൽകാതിരിക്കുമോ? ഇതെൻ്റെ അർത്ഥം എന്താണെന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി ഹി വിൽ ഗിവ്. തീർച്ചയായിട്ടും അവൻ എന്ത് ചെയ്യും? തരും. നിന്നെ രക്ഷിക്കാൻ, നിന്നെ നീതീകരിക്കാൻ, നിന്നെ വീണ്ടെടുക്കാൻ, നിന്നെ ഈ പരുവത്തിൽ കൊണ്ടുവരാൻ വേണ്ടി സ്വന്തം പുത്രനെ പോലും ആദരിക്കാതെ നിനക്ക് ഇത്രയും ദൈവം തന്നെങ്കിൽ പിന്നെ അതോടുകൂടെ നിനക്ക് സകലതും തരത്തില്ലേ? ഒന്ന് വിശ്വസിക്കുന്നേ അവനെ. അവനുണ്ടോ? എല്ലാം ഉണ്ട് ജീവിതത്തിൽ. അവനോടുകൂടെ നിനക്ക് സകലതും തന്നിട്ടുണ്ട്. ഇൻ ഹിം യു ഹാവ് എവരിത്തിങ്. നീ ഒന്നിനും പോയി തെണ്ടി നടക്കേണ്ട ആവശ്യമില്ല. ഒന്നിനും. അവനോടുകൂടെ സകലവും ദൈവം നിനക്ക് തന്നിട്ടുണ്ട്. എടാ, സ്വന്തം പുത്രനെ വിട്ടുതരാന് അവന് മനസ്സായെങ്കിൽ പിന്നാന്നോ ഈ വക നിസ്സാര കാര്യങ്ങൾ? വായിച്ചോ. എടാ, ദൈവം തെരഞ്ഞെടുത്തവനെ ആർക്ക് കുറ്റം വിധിക്കാൻ കഴിയും? നീതീകരിക്കുന്നവൻ ദൈവം അല്ലയോ? അവനെ കുറ്റം വിധിക്കുന്നവൻ ആരാ? ക്രിസ്തു യേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. എന്താ എനിക്ക് ഇത്ര ധൈര്യം? There is somebody who intercedes for me. എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരുവൻ എന്നെ നീതീകരിക്കുക മാത്രമല്ല, നീതീകരിച്ച എന്നെ തൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് ഞാൻ അനുപരായി തീരാൻ വേണ്ടി എനിക്ക് വേണ്ടുന്നതെല്ലാം തരുന്നു. അത് മാത്രമല്ല, എനിക്ക് വേണ്ടി അവൻ വാദിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് തന്നെ വേർപിരിക്കുന്നത് ആര്? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? ഓ, നിന്റെ നിമിത്തം ഞങ്ങൾ ഇടപെടാതെ കൊല്ലുന്നു, അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങൾ എണ്ണുന്നു എന്ന് സങ്കീർത്തനം 44:22. നിന്റെ നിമിത്തം ഞങ്ങൾ ദിവസം പ്രതി കൊല്ലുന്നു, അറുപ്പാനുള്ള ആടിനെ പോലെ ഞങ്ങൾ എണ്ണുന്നേ. നിന്റെ നിമിത്തം കേട്ടോ, നാട്ടുകാരുടെ വഴക്കുണ്ടാക്കാൻ പോയിട്ടല്ല. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നത്. ഏതിലൊക്കെ? കഷ്ടതയിൽ, സങ്കടത്തിൽ, ഉപദ്രവത്തിൽ, പട്ടിണിയിൽ, നഗ്നതയിൽ, ആപത്തിൽ, വാളിൽ, ഇതിലൊക്കെ. ഇതിനൊന്നും ഞങ്ങളെ പരാജയപ്പെടുത്താനോ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ഞങ്ങളെ പിന്തിരിക്കാനോ സാധിക്കത്തില്ല. പൂർണ്ണജയം പ്രാപിക്കുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മതി യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയത്തില്ലെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. It is solid. It is well proved. Nothing can separate me. എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന്, തൻ്റെ സ്വന്തം ജീവൻ നൽകി തന്ന് എന്നെ രക്ഷിച്ച, എന്നെ വിളിച്ച, എന്നെ നീതീകരിച്ച, എന്നെ വിശുദ്ധീകരിച്ച, എനിക്ക് ആവശ്യമുള്ളതെല്ലാം എനിക്ക് നൽകിത്തരാമെന്ന് വാക്ക് പറഞ്ഞ ആ ദൈവവുമായുള്ള എൻ്റെ ബന്ധത്തിൽ നിന്ന് എന്നെ വേർതിരിക്കാൻ nothing can do. ഉറപ്പുണ്ടോ? ഉണ്ട്. ആർക്കുണ്ട്? നീതീകരണം പ്രാപിച്ചവനുണ്ട്. ആർക്കുണ്ട്? ഇപ്പോൾ ക്രിസ്തുവിനുള്ളവർക്കുണ്ട്. ആർക്കുണ്ട്? ആത്മാവിനാൽ നടത്തപ്പെടുന്നവനുണ്ട്. ആർക്കുണ്ട്? ജഡസമൂഹങ്ങളെ മരിപ്പിച്ചവനുണ്ട്. ആർക്കുണ്ട്? ന്യായപ്രമാണം അനുസരിക്കാതെ ദൈവത്തിൻ്റെ നീതിയിൽ ജീവിക്കുന്നവനുണ്ട്. അല്ലാത്തവന് ഈ ഉറപ്പൊന്നുമില്ല. എന്താ എത്രയോ എണ്ണം അവൻ്റെ ജീവന്, അവൻ്റെ ജീവിതം പോലും ഇതിനു വേണ്ടി വിട്ടുകൊടുത്തേ. അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ എന്ത് ചെയ്തിരുന്നു? കാക്ഷിച്ചിരുന്നു. ഇന്ന് പകൽക്കാലം നമ്മുടെ ക്ലാസ്സുകൾ അവസാനിക്കുന്നതിന് മുൻപ് പറയാൻ പറ്റുമോ നിങ്ങൾക്കും? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് തന്നെ വേർതിരിക്കാൻ ഒന്നിനെ കൊണ്ടും കഴിയത്തില്ല. കാരണം പരിശുദ്ധാത്മാവിനാൽ എന്നിൽ പകരപ്പെട്ടത് ആ സ്നേഹമാണ്. It's an inseparable love. നീതീകരണം പ്രാപിച്ചൊരു വ്യക്തിയുടെ ആവേശവും അവൻ്റെ ആ ഉറപ്പും
അവൻ്റെ ആ ധൈര്യമൊക്കെ നോക്കിക്കേ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ തന്നെ വേർതിരിക്കാൻ ആരെ കൊണ്ടും കഴിയത്തില്ലെന്നോ, കഷ്ടതയ്ക്കോ പട്ടിണിക്കോ താലയും കുത്തി പറഞ്ഞാൽ. അതുകൊണ്ടല്ലേ ശദ്രക്കും മേശക്കും അവൻ ഈ കാര്യത്തിനൊന്നും ഉത്തരം പറയേണ്ട ആവശ്യമില്ല. നീ വിടുവിച്ചാലും വിടുവിച്ചില്ലാലും ഞങ്ങളുടെ ദൈവം വിട്ട് ഞങ്ങൾ വേറൊരു വിഗ്രഹത്തെ സേവിക്കുന്ന പരിപാടി ഇവിടെ ഇല്ലെന്നാ. അത്ര ഉറപ്പായിരുന്നു. പൗലോസ് ഇതൊക്കെ പറഞ്ഞപ്പോഴത്തേന് യഹൂദന്മാർക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല. കാരണം അവരിൽ നല്ല പങ്കും ഈ ദൈവത്തെ വിട്ട് അന്യദൈവങ്ങളിലേക്ക് തിരിഞ്ഞവനാ. ബാലുഗ്രഹത്തെ സേവിച്ചവരാ അപ്പന്മാരുടെ കാലം തൊട്ടേ. എന്തിനാ ഇറങ്ങി വന്ന് ആദ്യമാവുന്നതിന് മുമ്പേ കാളക്കുട്ടിയെ സേവിച്ചില്ലേ? അപ്പം പൗലോസ് പറയാ, എന്നെ ദൈവസ്നേഹത്തിൽ നിന്ന് വേർതിരിക്കാനായിട്ട് ആരെ കൊണ്ടും കഴിയത്തില്ല. ദൈവം നീതീകരിച്ച എന്നെ വേർതിരിക്കാൻ ആരെ കൊണ്ടും കഴിയത്തില്ലെന്ന് പറഞ്ഞപ്പോൾ യഹൂദന്മാർക്ക് അങ്ങോട്ട് അത്ര അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അവരങ്ങോട്ട് ആകെ ചൂടായിരിക്കുക. അപ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യം ആ 9, 10, 11 യഹൂദന്മാരോടുള്ള ബന്ധത്തിലുള്ള പൗലോസിൻ്റെ ചില വാദഗതികളാണ്. അത് അടുത്ത സെഷൻ 3-ാം ഭാഗത്തിലേക്കാണ്. അത് നമ്മൾ അടുത്ത പ്രാവശ്യം ചിന്തിക്കും. 9, 10, 11